എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾ നൽകിയിട്ടുണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് പല വിദ്യാർത്ഥികളും ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. അതായത് ആക്സെപ്റ്റഡ് പ്രൊഫഷണലി, അതായത് ആപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് പ്രൊഫഷണലി. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികളുടേത് ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാകും, എന്നാൽ റിമാർക്സ് കൂടി ഉണ്ടാകും. ഏതെങ്കിലും ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ ആ ഒരു റിസർവേഷൻ ഡിനൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്, അത് നിരസിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ചില വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അത് നിങ്ങൾ ഏതെങ്കിലും ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യാത്തതോ, അല്ലെങ്കിൽ ആ ഒരു അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ് സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ് അല്ലാത്തതോ, അല്ലെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞതൊക്കെ ആയിരിക്കും അതിനുള്ള പ്രോബ്ലമായിട്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്, അതായത് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം ചിലപ്പോൾ ആധാറൊക്കെ ആയിരിക്കും അപ്ലോഡ് ചെയ്ത് പോയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എപ്പോഴാണ് ആപ്ലിക്കേഷൻ കറക്ഷൻ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജൂൺ 26 മുതൽ ജൂലൈ 2 വരെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ കറക്ഷൻസ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു ജൂൺ 26 വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ്റെ വെരിഫിക്കേഷൻ ചെയ്ത ശേഷം വെരിഫിക്കേഷൻ ഡാറ്റ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ച അവസാനത്തോടെ നിങ്ങളുടെ വെരിഫിക്കേഷൻ ഡാറ്റ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ അത് ലേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ടൈം തരുന്നതായിരിക്കും നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആ ഒരു റിമാർക്സിൽ നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഈ ഒരു റിമാർക്സ് ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വല്ല റിമാർക്സ്, അതായത് റീവാലേഷൻ്റെ മാർക്കോ മറ്റോ ഒക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് നൽകാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിലവിൽ AMCS FNCK PNC MAC എന്നിവയുടെ അലോട്ട്മെൻറ്റിനായിട്ടുള്ള, അതായത് BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് AMCS FNCKയിൽ 10 ഓപ്ഷൻസാണ് വെക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ PNC MACൽ എത്ര ഓപ്ഷനാണെന്നുള്ള കാര്യത്തിൽ ജസ്റ്റ് ഡൗട്ടുണ്ട്. അത് 10 ആണോ, അത് 10 അതിൽ കൂടുതലോ നൽകാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ LBS ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓപ്ഷൻസ് നൽകാനായിട്ട് സാധിക്കുന്നതാണ്. LBSൽ ഈ ഒരു 10 ഓപ്ഷൻ എന്നുള്ള കാര്യമില്ല. നിങ്ങൾക്ക് പ്രയോറിറ്റി ബേസിൽ എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും LBS വഴി ആണെങ്കിൽ നിങ്ങൾക്ക് വെക്കുന്നതിന് പ്രോബ്ലം ഇല്ല. അതുപോലെ CPAS ആണെങ്കിൽ അതിൻ്റെ അപേക്ഷ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യപ്പെട്ട ശേഷം നിങ്ങൾക്ക് അത് ഇമെയിലായിട്ട് വരുന്നതായിരിക്കും. അപേക്ഷയിൽ വല്ല തെറ്റുകൾ ഉണ്ടെങ്കിലും അത് ഇമെയിലായിട്ട് തന്നെ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ CPASൻ്റേതും അതുപോലെ തന്നെ LBS വഴിയാലും AMCS FNCK വഴിയാലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് CPAS അല്ലെങ്കിൽ PNC MAC വഴിയാലും അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര രൂപ ഫീസാവും എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ LBSൻ്റെ ഫീ പേയ്മെൻറ്റും അതുപോലെ അലോട്ട്മെൻറ്റ് വന്നാൽ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം കൂടി വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫീസ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ എങ്ങനെ ഈ ഒരു LBSൻ്റെ അലോട്ട്മെൻറ്റ് വന്നാൽ അറിയാൻ സാധിക്കും എന്നുള്ളതും, അതുപോലെ തന്നെ CPASൻ്റെയും അതുപോലെ തന്നെ CPAS അല്ല AMCS FNCKയും PNC MACൻ്റെയും ആ ഒരു അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എത്ര രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്, എന്താണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ ഒരു കാര്യങ്ങളിലേക്ക് വരാം, അതായത് ഫീസ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഫീസ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക്, അതായത് ടോട്ടലായിട്ട് നിങ്ങൾക്ക്, അതായത് നിങ്ങൾ ഒരു ഗവൺമെൻറ് കോളേജിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് എന്ന് കരുതുക. അതായത് LBS വഴി ആണെങ്കിൽ, അല്ലെങ്കിൽ LBS വഴിയാണ് ഗവൺമെൻറ് കോളേജിലേക്കുള്ള അഡ്മിഷൻ. അപ്പോൾ ഗവൺമെൻറ് കോളേജിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് എന്ന് കരുതുക. അപ്പോൾ ഗവൺമെൻറ് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക്, അതായത് ആ ഒരു ഗവൺമെൻറ് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത്, അതായത് സാധാരണ എല്ലാ വിദ്യാർത്ഥികൾക്കും 23,170 രൂപയാണ് ആകെ ഫീസായിട്ട്, അതായത് ഒരു വർഷത്തേക്കുള്ള ഫീസായിട്ട് വരിക. അപ്പോൾ അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾ ഗവൺമെൻറ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ ടോക്കൺ ഫീ ഇനത്തിൽ ഈ ഒരു ഫീസ് മുഴുവനായിട്ട് നിങ്ങൾ ആ ഒരു ഗവൺമെൻറ് കോളേജിൻ്റെ ഫീസായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾ SSC അതുപോലെ തന്നെ ST അതുപോലെ തന്നെ OEC കാറ്റഗറിയുള്ള, അതായത് ടോട്ടൽ 30ഓളം ജാതീയ വിഭാഗങ്ങൾക്ക് ഈ ഒരു ഫീസ് റിസർവേഷൻ, അതായത് ഫീസ് കൺസെഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആകെ വരുന്ന ഫീസ് 1000 രൂപ മാത്രമാണ്. ഈ ഒരു 1000 രൂപ തന്നെ കോഷൻ ഡെപ്പോസിറ്റിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ SC ST OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് ഏകദേശം 30ഓളം വിഭാഗങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഫീസ് കൺസെഷൻ ഉണ്ട്, അതായത് കുറേ വിഭാഗമുണ്ട്. അപ്പോൾ അവർക്ക് 1000 രൂപ മാത്രമാണ് ഫീസ് ഇനത്തിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു 1000 രൂപ മാത്രമേ വരുന്നുള്ളൂ. വേറെ നിങ്ങൾക്ക് ഹോസ്റ്റൽ ഫ്രീ ആയിരിക്കും. SC ST OEC കാറ്റഗറിയിലുള്ളവർക്ക് ഗവൺമെൻറ് ഹോസ്റ്റൽ ഫ്രീ ആണ്. അതുപോലെ തന്നെ ബാക്കി നിങ്ങൾക്ക് ഈ ഒരു യൂണിഫോം, അതുപോലെ ബുക്ക്, എക്സാം ഫീസ് എന്നിങ്ങനെയൊക്കെയുള്ള മറ്റ് ചിലവുകൾ മാത്രമാണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലാണ്, അത് നിങ്ങൾക്ക് PNC MAC ആയാലും അല്ലെങ്കിൽ CPAS വഴി ആയിരുന്നാലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതായത് AMCS FNCK വഴിയാലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് CPASലോ അല്ലെങ്കിൽ അതായത് CPAS അതുപോലെ തന്നെ
അതായത് LBS വഴി നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന SC ST OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ആകെ 1000 രൂപ മാത്രമാണ് ഫീസ് വരിക. LBS വഴി നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സീറ്റിൽ, അതായത് മാനേജ്മെൻറ്റ് സെൽഫ് ഫിനാൻസ് കോളേജിൽ മെറിറ്റ് സീറ്റിലാണ് കിട്ടുന്നതെങ്കിലാണ് ഈ ഒരു രീതിയിൽ 1000 രൂപ വരിക. CPASിലാണെങ്കിൽ നിങ്ങൾക്ക് SC ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ LBSിലാണെങ്കിൽ ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലെ മാനേജ്മെൻറ്റ് സീറ്റല്ല, മെറിറ്റ് സീറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു മെറിറ്റ് സീറ്റിലേക്കാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ 1000 രൂപ മാത്രമാണ് ആകെ ഫീസായിട്ട് വരുന്നത്. അതുപോലെ തന്നെ 10000 രൂപ ഈ ഒരു പോഷൻ ഡെപ്പോസിറ്റ് ഇനത്തിലും നിങ്ങൾക്ക് ഫീസായിട്ട് SC ST കാറ്റഗറിയുള്ള വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇനത്തിൽ വരുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. അത് ബാക്കി സെയിം ആയതുകൊണ്ടാണ് ഇതാദ്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിലോ അല്ലെങ്കിൽ AMCS FNCKയിലോ അല്ലെങ്കിൽ PNC MACയിലോ അല്ലെങ്കിൽ ഈ ഒരു CPASിലോ അല്ലെങ്കിൽ AMCS FNCKയോ LBS വഴി സെൽഫ് ഫിനാൻസ് കോളേജിലെ ഈ ഒരു മാനേജ്മെൻറ്റ് സീറ്റാലോ അല്ലെങ്കിൽ മെറിറ്റ് സീറ്റിലാണോ, അതായത് ഈ ഒരു മാനേജ്മെൻറ്റ് സീറ്റിൽ SC ST വിദ്യാർത്ഥികൾക്കും OEC വിദ്യാർത്ഥികൾക്ക് കിട്ടിക്കഴിഞ്ഞാലും ഇനി പറയാൻ പോകുന്ന ഫീസാണ് വരിക. അതായത് നിങ്ങൾക്ക് ഒരു വർഷം വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഈ ഒരു 1,13,000 സംതിങ് രൂപയാണ് ഫീസായിട്ട് വരിക. ഇതിനോടൊപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സ്ട്രാ ഫീസ്, അതായത് യൂണിഫോം, അതുപോലെ ബുക്ക് എന്നിങ്ങനെയൊക്കെയുള്ള ചിലവുകൾ എക്സ്ട്രാ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത് ആദ്യ വർഷത്തെ ഫീസാണ്, അതായത് നിങ്ങൾക്ക് വരുന്നത്. അതുപോലെ തന്നെ രണ്ടാം വർഷം നിങ്ങൾക്ക്, അതായത് ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലെ മാനേജ്മെൻറ്റ് സീറ്റായാലും അല്ലെങ്കിൽ മെറിറ്റ് സീറ്റായാലും CPASായാലും AMCS FNCKയാലും PNC MACയാലും നിങ്ങൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് ആദ്യ വർഷം 1,13,000 സംതിങ് രൂപയും രണ്ടാം വർഷം മുതൽ 1,02,000 സംതിങ് രൂപയുമാണ് ഫീസായിട്ട് വരിക. അതിനുശേഷം നാലാമത്തെ വർഷം വരെ ഈ ഒരു 1,00,000 സംതിങ് രൂപയാണ് ഫീസ് ഇനത്തിൽ നിങ്ങൾക്ക് വരിക. ഇതിനോടൊപ്പം എക്സ്ട്രാ ഹോസ്റ്റൽ ഫീസ് ഇതുപോലുള്ള ഫീസുകളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. SC ST OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലെ മാനേജ്മെൻറ്റ് സീറ്റിൽ കിട്ടിക്കഴിഞ്ഞാലും ഈ ഒരു സെയിം ഫീസ് തന്നെയാണ് വരിക. മെറിറ്റിൽ കിട്ടിയാൽ മാത്രമാണ് ആ ഒരു ഫീസിൽ കൺസെഷൻസ് വരുന്നത്. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ടോക്കൺ ഫീസ് എന്ന് പറയുന്നത്. ടോക്കൺ ഫീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സീറ്റ് നിങ്ങൾക്കായിട്ട് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് അടക്കുന്ന ഒരു ആകെ ഫീസിൻ്റെ ഒരു നിശ്ചിത ഭാഗമാണ് ഈ ഒരു ടോക്കൺ ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോക്കൺ ഫീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ 23,170 രൂപ വിദ്യാർത്ഥികൾ ആ ഒരു ഫീസ് മുഴുവനായിട്ട് ആ ഒരു ടോക്കൺ ഫീ അടക്കുന്ന സമയത്ത് അടക്കേണ്ടതാണ്. ഇനി സെൽഫ് ഫിനാൻസിലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ആ ഈ ഒരു 1,13,000 സംതിങ് രൂപയുടെ ഏകദേശം 25% വരുന്ന, അതായത് 25 കൂടുതൽ പെർസെൻറ്റേജ് വരുന്ന ആ ഒരു പൈസ, അതായത് 25,000 രൂപയാണ് നിങ്ങൾ ഈ ഒരു AMCS FNCKയാലും PNC MACയാലും നിങ്ങൾക്ക് ഈ ഒരു LBS വഴി സെൽഫ് ഫിനാൻസ് കോളേജിലെ ഈ ഒരു മെറിറ്റ് സീറ്റിലായാലും മാനേജ്മെൻറ്റ് സീറ്റിലായാലും സാധാരണ ജനറൽ കാറ്റഗറിക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 25,000 രൂപയാണ് ടോക്കൺ ഫീസ്. ബാക്കി ഏകദേശം 83,000 സംതിങ് രൂപ വിദ്യാർത്ഥികൾ, അതായത് ഈ ഒരു അഡ്മിഷൻ ടൈമിലാണ്, അതായത് കോളേജിൽ ജോയിൻ ചെയ്യേണ്ട സമയത്താണ് ആ ഒരു ബാക്കി ഫീസ് നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, NRI കോട്ടയിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ CPAS ആയാലും അല്ലെങ്കിൽ LBS വഴി ആയിരുന്നാലും AMCS FNCK വഴി ആയിരുന്നാലും നിങ്ങൾക്ക് ഏകദേശം ആകെ നേരത്തെ പറഞ്ഞ പോലെ 1,13,000 സംതിങ് രൂപയുടെ അതിനോടൊപ്പം തന്നെ എക്സ്ട്രാ ആയിട്ട് 30,000 രൂപ എക്സ്ട്രാ ആയിട്ട് ഈ ഒരു NRI കോട്ടയിൽ ഓരോ വർഷവും ഫീസ് ഇനത്തിൽ എക്സ്ട്രാ 30,000 രൂപ ഫീസ് ഇനത്തിൽ വരുന്നതായിരിക്കും NRI കോട്ടയിൽ. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട സംശയമായിരുന്നു വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകുന്നത് എപ്പോഴാണ് എന്നുള്ളത്. ഓപ്ഷൻ നൽകുന്നത് റാങ്ക് ലിസ്റ്റിന് വന്ന ശേഷമാണ് ഈ ഒരു LBSൽ ഓപ്ഷൻ നൽകേണ്ടത്. അപ്പോൾ ജൂലൈ 10 റാങ്ക് ലിസ്റ്റ് നിലവിൽ ഈ ഒരു ഷെഡ്യൂൾ പ്രകാരം ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ജൂലൈ 10 മുതലാണ് ജൂലൈ 15 വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻസ് നൽകാൻ സാധിക്കുക. ആ ഒരു ഘട്ടത്തിൽ വന്നിട്ടുള്ള വേക്കൻസി ലിസ്റ്റ് പ്രകാരം വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓപ്ഷൻസ്, ആ ഒരു ഘട്ടത്തിൽ വന്നിട്ടുള്ള ഓപ്ഷൻസ്, വേണ്ട ഓപ്ഷൻസ് നൽകാവുന്നതാണ്. ആ ഒരു ഘട്ടത്തിൽ വന്നിട്ടുള്ള കോളേജുകൾ ആ ഒരു ഘട്ടത്തിൽ മാത്രമേ നൽകാൻ പറ്റുള്ളൂ, പിന്നീട് നൽകുന്നതിന് സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ ഓരോ കോളേജിൻ്റെയും ലിസ്റ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. സ്കൂളിൻ്റെ പേര്, സ്കൂളല്ല ആ ഒരു കോളേജിൻ്റെ പേര്, മാനേജ്മെൻ്റ് ആണോ മെറിറ്റ് ആണോ അല്ലെങ്കിൽ ഗവൺമെൻറ് ആണോ എന്നുള്ളത്, അതുപോലെ തന്നെ അവിടെ എത്ര സീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അവിടെ അതായത് ആ ഒരു കോളേജ് ഗവൺമെൻറ് ആണോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആണോ എന്നിങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ആ ഒരു കോളേജിൻ്റെ ഓപ്ഷൻ എത്രാമത്തെ നമ്പറായിട്ട് ആണ് വേണ്ടത് എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് സേവ് ഓപ്ഷനും കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇവിടെയായിട്ട് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനും കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ്റെ ആ ഒരു ഭാഗത്തുള്ള ഓപ്ഷൻ നൽകാനുള്ള പേജിൽ, അതായത് ആ ഒരു കോളത്തിൽ നിങ്ങൾ
1 എന്ന് ക്ലിക്ക് ചെയ്യുകയും അതായത് 1 എന്ന് ടൈപ്പ് ചെയ്യുകയും അതിനുശേഷം അടുത്തത് 2 എന്നാണ് വേണ്ടതെങ്കിൽ ഇവിടെയുള്ള നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 എന്ന് ഓട്ടോമാറ്റിക്കലി സെലക്റ്റഡ് ആവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രയോറിറ്റി ബേസിൽ, പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ +1 അലോട്ട്മെൻറ്റ് നൽകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് ആദ്യം അലോട്ട്മെൻറ്റ് കിട്ടാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾ ഓപ്ഷൻസ് വെക്കേണ്ടതാണ്. ഈ ഒരു അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അതായത് അപേക്ഷ ഓപ്ഷൻ നൽകിയ ശേഷം ഇതിന് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷൻ റിമൂവ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള അവസരവും ട്രയൽ അലോട്ട്മെൻറ്റിൽ ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ അതിനുശേഷം ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ലോഗിൻ ചെയ്തുകൊണ്ടാണ് നോക്കേണ്ടത്. ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കോളേജിൽ ഏത് കോഴ്സിലേക്കാണ്, അതായത് നിങ്ങൾക്ക് ഈ ഒരു നഴ്സിംഗ് ഉൾപ്പെടെ പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ വരുന്ന സമയത്ത് അതുകൂടി നിങ്ങൾക്ക് ഓപ്ഷൻസ് വേണമെങ്കിൽ വെക്കാൻ സാധിക്കും. അപ്പോൾ അതുകൂടി വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് കോളേജാണ് ഏത് കോഴ്സാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും അതിനുശേഷം നിങ്ങൾക്ക് അവിടെയായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടണും കാണാൻ പറ്റും. ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഓൺലൈനായിട്ടാണോ അല്ലെങ്കിൽ ചലാൻ വഴിയാണോ അടക്കുന്നത് എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് ചോദിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചലാൻ വഴിയാണെങ്കിൽ നിങ്ങൾക്ക് ഫെഡറൽ ബാങ്ക് ശാഖ വഴി ആ ഒരു ചലാൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓൺലൈനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഓൺലൈനായിട്ട് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ റെസിപ്റ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു റെസിപ്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. കാരണം അത് പിന്നീട് നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്തൊക്കെ ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജാണോ കിട്ടുക എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വെക്കുന്ന ഓപ്ഷൻ അനുസരിച്ചാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുക. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള കോളേജും കോഴ്സും ഓപ്ഷൻസ് ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾ ഈ ഒരു രീതിയിൽ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരിക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ ആണ് ഓപ്ഷൻസ് ആയിട്ട് നൽകുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കോളേജിൽ നിങ്ങൾക്ക് അതായത് അഡ്മിഷന് ശേഷം പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കുന്നതിനായിട്ട് അതായത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് കോളേജിൽ ജോയിൻ ചെയ്യാൻ വരിക. അപ്പോൾ അതിനുശേഷം കോളേജിൽ ജോയിൻ ചെയ്ത് പിന്നീട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ കോളേജിൽ നിന്നും NOC സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള കോളേജിൽ മാത്രമേ വിദ്യാർത്ഥികൾ ആ ഒരു ഘട്ടത്തിൽ ഓപ്ഷൻസ് ആയിട്ട് വെക്കാവൂ. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുകയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സീറ്റ് കൺഫേം ചെയ്യാനായിട്ട് ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെൻറ് ആണെങ്കിൽ 23,170 രൂപയും സെൽഫ് ഫിനാൻസിൽ നിങ്ങൾക്ക് അതായത് SC ST OEC കാറ്റഗറിയിൽ മെറിറ്റ് കോട്ടയിലാണ് കിട്ടുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ 1000 രൂപയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു SC ST വിദ്യാർത്ഥികൾ ആയിരുന്നാലും OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളായിരുന്നാലും ഈ ഒരു സെൽഫ് ഫിനാൻസിലെ മാനേജ്മെൻറ്റ് സീറ്റാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ 1000 രൂപ മാത്രമാണ് ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കേണ്ടി വരിക. ബാക്കി ഏകദേശം ഉള്ള ഫീസ് അതായത് 1,13,000 ആ ഒരു ബാക്കി ഫീസ് നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും. അതായത് സെൽഫ് ഫിനാൻസിലെ മാനേജ്മെൻറ്റ് സീറ്റിലാണ് കിട്ടുന്നതെങ്കിൽ, മെറിറ്റ് സീറ്റിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ ബാക്കി ഫീസുകൾ ഗ്രാൻസ് വഴി ഇത് ഗവൺമെൻറ് അടക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതിനുശേഷം പിന്നീട് ഏകദേശം കുറേ സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളും ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഓപ്ഷൻസ് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് കേരളത്തിൽ തന്നെ BSc നഴ്സിംഗ് അഡ്മിഷൻ കിട്ടുമെന്നുള്ളത് ഉറപ്പുണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ MCS FNCKയും PNC MAC അതുപോലെ തന്നെ LBS വെബ്സൈറ്റ് വഴി ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഈ ഒരു PNC MAC MCS FNCK വഴി ഒക്കെ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ കിട്ടുമോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല. കാരണം കുറേ വിദ്യാർത്ഥികളുണ്ടാവും. കാരണം അവർക്ക് ചിലപ്പോൾ നിങ്ങളെക്കാൾ മാർക്ക് കുറഞ്ഞവർക്കൊക്കെ കിട്ടും, ചിലപ്പോൾ മാർക്ക് കൂടിയവർക്ക് കിട്ടാതെയൊക്കെ ഇരിക്കും. അപ്പോൾ അത് ഓരോ അലോട്ട്മെൻറ്റിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റ് കേരളത്തിന് പുറത്തൊക്കെ കോളേജുകളിൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ലഭ്യമാവുകയോ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ നേരിട്ട് അഡ്മിഷൻ സ്വീകരിക്കുന്ന നഴ്സിംഗ് കോളേജുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ നോക്കിയിട്ട് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പഠിക്കാവുന്നതാണ്. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അപ്രൂവൽ ഉള്ളതാണോ എന്നുള്ള കാര്യം നിങ്ങൾ ഈ ഒരു നേരിട്ട് അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അംഗീകാരമില്ലാത്ത കോളേജുകളിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ 4 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് അതിന് വാല്യൂ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് നിങ്ങൾക്ക് തന്നെ ഒരു പൈസയും പോയി അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു വർഷങ്ങളും നഷ്ടപ്പെടുന്ന രീതിയിലാവും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അത് INC അപ്രൂവ്ഡ് ആണോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ INC അപ്രൂവ് ആയിട്ടുള്ള നഴ്സിംഗ് കോളേജുകളുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് 2023-24 വർഷത്തെ ആ ഒരു ലിസ്റ്റാണെങ്കിലും അതിൽ ജസ്റ്റ് ആ ഒരു കോളേജ് അപ്രൂവ്ഡ് ആണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.